ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പെരുന്നാൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടുകൊണ്ട് പോണത്. ഇത് സംഭവം സ്ലീവ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കോട്ട് പോലത്തെ ഇതിൻ്റെ പേര് സ്ട്രഗ് എന്നാണ് കേട്ടോ. ഈ സംഭവം ഉള്ളത് കൊണ്ട് അതുമായിട്ടാണ് ഇട്ടുകൊണ്ട് പോയത്. ആ കയ്യിൽ കിടക്കുന്ന സാധനം പുതിയതാണ് കേട്ടോ. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ മറന്നു. അങ്ങനത്തെ സംഭവം ഞാൻ അങ്ങനെ വാങ്ങിക്കണമല്ലോ, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇത് തോന്നി, ഞാൻ വാങ്ങിച്ച്. അത് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പുറത്തെ കൈ അത് തന്നെ എനിക്ക് ഇട്ടപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നി. സാധാരണ ഞാൻ ഇടത്തെ കയ്യിൽ വാച്ച് കെട്ടിയിട്ടാണ് ആ സംഭവം വലത്തെ കയ്യിലിടുന്നത്. ഇന്ന് നേരെ തലകുത്തനെ ചെയ്തു, പക്ഷെ വാച്ചൊന്നും കെട്ടിയില്ല, അത് മാത്രമേ ഇട്ടോളൂ. നമ്മൾ ഇറങ്ങിയപ്പോൾ സന്ധ്യയായിരുന്നേ, ഒരു 6:30-7 മണി ടൈമായിരുന്നു. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നേ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ തള്ളലും ഉന്തലും ഇല്ലായിരുന്നു. അത്യാവശ്യം ചെറിയൊരു തിരക്ക്. തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ഫ്രണ്ടിലൊക്കെ തിങ്ങി നെരുങ്ങിയാണ് ആൾക്കാർ നിന്നത്. ഇപ്പം കണ്ട അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് എല്ലാവർക്കും നിൽക്കാൻ. ലൈറ്റുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നിനൊന്നിനും വെച്ച് വരുന്ന ലൈറ്റുകളെല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് വിദേശികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ അവരെയും കൂടി ഞാൻ കാണിച്ചത്. അതിൽ 2-3 ചേച്ചിമാരൊന്നും അല്ല, എൻ്റെ പ്രായമായിരിക്കും, പക്ഷേ സൂപ്പറായിരുന്നു കാണാൻ. എന്നെയും കണ്ട് ചിരിച്ച് ഞാനും ചിരിച്ചായിരുന്നു. ഇത് അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈതൊട്ടൊക്കെ പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങ് കടലിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. പള്ളിയിൽ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അച്ഛൻ്റെ പ്രസംഗവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിൽ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് അങ്ങ് അകത്തും ഉണ്ടായിരുന്നേ. പള്ളിയിലെ ലൈറ്റെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാക്കെല്ലാം ഇതുപോലെ സൂപ്പറായിട്ട് ഇടും കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഫോക്കസ് ലൈറ്റ് വലുതോ ആ സംഭവം കണ്ട കറങ്ങണം, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാടുണ്ടായിരുന്നു. അങ്ങും ഇങ്ങും താഴെ ഉയരെ മേളിലൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു, കിടുക്കായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് ആ ഒരു വീഡിയോ തന്നെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാനൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ വീഡിയോ എടുക്കണം. എന്നാൽ ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തർ പള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് സൂപ്പർ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ചിലപ്പോൾ അവർ മറ്റേ നല്ല ക്യാമറയിലായിരിക്കും കേട്ടോ എടുക്കണത്. എന്നാൽ ഫോണിലെടുക്കാൻ കഴിവുള്ളവരും കാണും. അവരും അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റിന് വെട്ടം നമ്മൾ മുഖത്തടിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റായിരുന്നു പള്ളി, ഫുള്ള് ലൈറ്റ്. അവിടെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ട ലൈറ്റ്, ട്യൂബ് പോലത്തെ തൂങ്ങിക്കിടക്കുന്ന ലൈറ്റ്, പലതരത്തിലുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാതാവിൻ്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കണേ. എൻ്റെ ഫോണിൽ ക്ലിയറായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് മറ്റേ കൊടിമരം ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അതിൽ ഇങ്ങനെ ഇത് എന്തോ എനിക്കങ്ങനെ പറയാൻ അറിഞ്ഞൂടാ ആ സംഭവം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്യൂബ് പോലത്തെ ലൈറ്റ്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല കളറിൽ ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരുന്നു കേട്ടോ. അതൊക്കെ കുറേ നേരം ആസ്വദിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് മഴ തുടങ്ങിയത്. ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അത് നിൽക്കാതെ അങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. കുറേശ്ശെ പെയ്ത് നല്ല നനയില്ല നമ്മൾ. അങ്ങനെ കുറച്ച് നമ്മൾ നനഞ്ഞായിരുന്നു. നമ്മൾ 3 പേരും നനഞ്ഞു. പിന്നെ റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോരാൻ നേരത്താണ് ഇട്ടത്. കടകളൊക്കെ കുറവായിരുന്നു കേട്ടോ. സാധാരണ എല്ലാ കൊല്ലവും തിങ്ങി ഞെരുങ്ങി കടകൾ ഉണ്ടാവുന്നതാണ്. റോഡ് ഫുള്ള് കടകൾ പോരാഞ്ഞിട്ട് ആ കടലിൻ്റെ തീരത്ത് മണലിൻ്റെ അവിടെയൊക്കെ ശരിക്കും കടകൾ പറഞ്ഞേണേ. ഇപ്രാവശ്യം അത്രയും കടകളൊന്നും ഇല്ലായിരുന്നു. എന്താ ഈ കാണുന്ന 3Dയിലതാണ് കേട്ടോ. അത് നമ്മളവിടെയൊന്നും കയറിയില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ മണലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന 1-2 കടയാണ്. ഇത് പെറ്റ് ഷോ, ഡോഗിൻ്റെത് അങ്ങനെയൊക്കെ. നമ്മൾ കയറിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ടിക്കറ്റ് എടുത്ത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ കയറാൻ നിന്നില്ല. ടിക്കറ്റൊക്കെ 100-200 ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഇവിടെയൊന്നും അധികം തിരക്കേ ഇല്ല. എനിക്കാണെങ്കിൽ തിരക്കുള്ള കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ തിരക്കേ ഇല്ലായിരുന്നു. അവസാനം ആയിഷ് 2-3 കട കയറി ഇറങ്ങിയപ്പോൾ അവൻ്റെ കൺട്രോൾ പോയി. ആയിഷ് ഒരു കളിപ്പാട്ടം അങ്ങ് എടുത്ത്. ഏതെടുത്താലും 100 രൂപ. അവന് ഇങ്ങനെ വിരുവിരാ വരും കേട്ടോ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ. ഏതെടുക്കട്ടെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോവും. അങ്ങനെ ആയിഷ് അച്ഛ ഇതെടുക്കുക പറഞ്ഞ് സോപ്പിട്ട് അതൊരെണ്ണം എടുത്ത്. ഞാൻ ചുമ്മാ വായി നോക്കിക്കൊണ്ട് അങ്ങ് പോവുകയാണ്, ഏതെടുക്കട്ടെന്ന് നോക്കിക്കൊണ്ട്. കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കമ്മലൊന്നും എടുത്തില്ല, എല്ലാം കയറി നോക്കിയായിരുന്നു. കടകളൊക്കെ കുറവായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീലായത് കേട്ടോ. ഒരു ഗുമ്മില്ലായിരുന്നു. അവസാനം നടന്ന് തേരാപ്പാരാതെ ഈ ഒരു കടയുടെ ഫ്രണ്ടിലെത്തി നമ്മൾ ഇത് വാങ്ങിച്ചു കേട്ടോ. ചിക്കൻ്റെ പക്കാവട പോലത്തെ സംഭവമാണ് കേട്ടോ. ചിക്കൻ പക്കാവട ആയിരിക്കും.
പിന്നെ മറ്റേ ഇതുണ്ടല്ല, അതിൻ്റെ പേരെന്തോന്ന്, കോളിഫ്ലവർ ഇതുപോലെ ഫ്രൈ ചെയ്ത് അതും കിടുക്ക് സാധനമാണ് കേട്ടോ. നമ്മൾ ഇത്തിരി കുറച്ച് സോസല്ല, അതിൽ നിന്ന് കൂടുതൽ സോസ് ഒഴിച്ച് വാങ്ങിക്കും കേട്ടോ. നല്ല രസമുണ്ട്, കിടുക്ക് ടേസ്റ്റാണ്. അതും കൂടെ ആയിട്ട് നമ്മൾ ഒരിടത്ത് ചെന്നിരുന്ന് കഴിച്ചു, ഒരു റോഡിൻ്റെ സൈഡിൽ. കസേരയൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഫുൾ ആളായിരുന്നു. നമ്മളവിടെ തറയിലിരുന്ന് മണലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത്തിരി പൊക്കത്തിലിരിക്കാൻ പറ്റില്ല, അവിടെ ഇരുന്നു. ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ പെട്ടെന്ന് വെപ്രാളത്തിൽ എണിക്കേണ്ടി വന്നു, മഴ ഒന്ന് ഉറച്ച സമയത്ത്. പിന്നെ അവിടെ വലിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണമെങ്കിൽ കയറി അവിടേക്ക് നിൽക്കുക, നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. പരിപാടിയൊക്കെ കാണും കേട്ടോ, രാത്രിയാവും 10-11 മണി ആ സമയത്തൊക്കെ കാണും കേട്ടോ. നമ്മൾ അതിന് മുമ്പേ ഇറങ്ങിയായിരുന്നു, 8:30-9 മണി അടുപ്പിച്ച് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടേ സന്ധ്യയ്ക്ക് നല്ല ഇരുട്ടണതിന് മുമ്പേ നമ്മൾ വീട്ടിലും എത്തിയായിരുന്നു. മഴയാണ് ചതിച്ചത്. മഴ ചതിച്ചത് കാരണമാണ് ആളും കുറവായത് കണ്ട. ഒരുപാട് പേര് തിരിച്ച് പോവുകയൊക്കെ ചെയ്ത് മഴ കാരണം. വണ്ടിയൊക്കെ വയ്ക്കാൻ പാടാണ് കേട്ടോ, കുറച്ച് ദൂരെ വെച്ചിട്ട് വേണം നമ്മളിങ്ങോട്ട് നടന്ന് വരാനേ. വണ്ടി വിടൂല ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ അതും കഴിച്ചിട്ട് നേരെ ഒരു കുലുക്കി കുടിച്ചു. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതി. പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അതിലവർ ഇഞ്ചിയൊക്കെ ഇട്ടിരുന്നു, അല്ലെങ്കിൽ കൊള്ളായിരുന്നു. ഇഞ്ചിയൊക്കെ ഇട്ടപ്പോൾ ചെറിയൊരു എരിയുടെ ഒരു ഇതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ചേട്ടനും ആയുഷും കുടിച്ചു. അങ്ങനെ അതും കുടിച്ചിട്ട് പിന്നെ നമ്മൾ ആ പള്ളിയിലെ റൗണ്ട് ഒന്ന് നടന്ന് വളരെ ചുറ്റും പോയി ഫുള്ള് ലൈറ്റ് സെറ്റ് കാണാമെന്ന് കരുതി കേട്ടോ. അവരൊരു പോപ്കോണും കൂടി വാങ്ങിച്ച് രണ്ടുപേരും കൂടി കഴിച്ച് നടന്നു. വേറെ കടകളിലൊന്നും നമ്മൾ കയറിയില്ലേ, ഫുള്ള് കടകളെല്ലാം നോക്കിയാൽ. പിന്നെ കൂടുതൽ ഈ പ്രാവശ്യം ഈ കടകളാണ് ഉണ്ടായിരുന്നത്. ഇതുണ്ടല്ലോ മധുര പലഹാരങ്ങൾ പല ഐറ്റം, അതിൻ്റെ കടകളാണ് ഉണ്ടായിരുന്നത്. നമ്മളതൊന്നും വാങ്ങിച്ചില്ല, ഫുള്ള് മധുരം ആയതുകൊണ്ടേ കഴിക്കൂല വാങ്ങിച്ചാൽ. ടേസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലാതെ പിന്നീട് അത് കഴിക്കുകയില്ല. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാക്കണ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ശരിക്കും കടകളുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ വീഡിയോ അതിൻ്റെ തൊട്ടടുത്ത് വന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടി. ആദ്യം എടുത്തപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ടിരുന്ന ദൂരെ നിന്ന് എടുത്തുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. ഇതതിൻ്റെ തൊട്ടടുത്ത് വന്ന് എടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു. ഇത് നമ്മൾ ഫുള്ള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. ഞാൻ ഒരു ക്ലിപ്പ് വാങ്ങിച്ചായിരുന്നു കേട്ടോ, അത്യാവശ്യം നീളത്തിനുള്ള ഒരു ക്ലിപ്പ്, 60 രൂപ. തലമുടി ഫുള്ള് ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുള്ള് വാരി ഇനി കെട്ടി വയ്ക്കുകയാണ് ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള. ഇത് ഫസ്റ്റ് വരണേൻ്റെ അവിടെ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തിയാണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റാണ് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. രാത്രിയാകും തോറും ലൈറ്റിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നു. അങ്ങനെ നമ്മളത് ഈ ഒരു ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.